ഒരിക്കൽ കൂടി സ്വാഗതം സ്നേഹത്തോടെ ക്ലബ് FM ലവ് ബൈറ്റ്സിലേക്ക്. ഞാൻ പ്രിയൻ എന്നും ലവ് ബൈറ്റ്സുമായി നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ സിനിമകളിലും നോവലുകളിലും കഥകളിലും ഒക്കെ പ്രണയം വിജയിക്കണമെന്ന് ഭയങ്കര വാശിയുള്ള ആളുകളാണ്. ഇവൻ നമ്മൾ ചിലപ്പോൾ പ്രണയത്തിന് ഭയങ്കര എതിരായിട്ടുള്ള ഒരാളായിരിക്കാം. നമ്മുടെ മക്കളോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോ അനിയനോ അനുജത്തിയോ ഒക്കെ പ്രണയിക്കുമ്പോൾ നമ്മൾ ഭയങ്കര എതിര് നിൽക്കുന്ന ഒരാളായിരിക്കാം. പക്ഷെ സിനിമയിൽ ഇത് വരുമ്പോൾ അയ്യോ അതങ്ങനെ ആവരുതായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നവരാണ്. Why is it so? ഹരീഷ് നമ്മളോടൊപ്പം എത്തിച്ചേർന്നിട്ടുണ്ട്. ഹായ് ഹരീഷ്, നമസ്കാരം. ഹലോ, നമസ്കാരം. ഹരീഷ് എന്ത് ചെയ്യുന്നു? ഹരീഷ്, ഞാനൊരു പ്രൈവറ്റ് ഫാമിലി വർക്ക് ചെയ്യുന്നു. ഈ തിരക്കുള്ള ജീവിതത്തിന്റെ ഇടയിലെ പ്രണയത്തെക്കുറിച്ച് ചിന്തിക്കാനൊക്കെ സമയം കിട്ടാറുണ്ടോ ഹരീഷിന്? പ്രണയത്തെ കുറിച്ച് ചിന്തിക്കാൻ തീർച്ചയായിട്ടും നമ്മൾ സമയം ഉണ്ടാക്കുമല്ലോ. സന്തോഷമുള്ള കാര്യമല്ലേ? പ്രണയം ഒരു സന്തോഷമുള്ള കാര്യമാണ് അല്ലെ? തീർച്ചയായിട്ടും. പക്ഷെ ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് നേരെ തിരിച്ചാണ്. ഇപ്പൊ സിനിമയിലും അതുപോലെ കഥകളിലും ഒക്കെ പ്രണയം വിജയിച്ച് കാണാൻ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ്. ഇപ്പൊ പ്രണയത്തോട് നേരിട്ട് വിരോധമുള്ള ആളുകൾ പോലും ചിലപ്പോൾ സിനിമയിൽ അത് സക്സസ് ആവണമെന്ന് വാശി പിടിക്കുന്നവരാണ്. എന്തുകൊണ്ടായിരിക്കും മനുഷ്യർ അങ്ങനെ ചിന്തിക്കുന്നത്? ഹരീഷിന് എന്ത് തോന്നുന്നു? അത് എന്റെ ഒരു അഭിപ്രായത്തിൽ പറയാൻ എനിക്ക് തോന്നുന്നു, അത് നമ്മൾ തീർച്ചയായിട്ടും പ്രണയത്തെ പ്രണയിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നതാണ് എന്റെ ഒരു അഭിപ്രായം. പ്രണയത്തെ പ്രണയിക്കുന്നത് കൊണ്ടല്ലേ? അതെ അതെ, അതൊരു നല്ലൊരു ആൻസർ ആണ് അല്ലെ. പ്രണയം എപ്പോഴും വിജയിച്ചേ കാണാവൂ എന്ന വാശി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത് നമ്മൾ പ്രണയത്തെ പ്രണയിക്കുന്നത് കൊണ്ടാണ്. തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച്. വളരെ നല്ല ഒപ്പീനിയനാണ് എനിക്ക് ഹരീഷ് തന്നത്. താങ്ക് യു ഹരീഷ്. ഹരീഷ് നമ്മളോടൊപ്പം പറഞ്ഞത് കേട്ടല്ലോ അല്ലെ. പ്രണയത്തെ നമ്മളെല്ലാവരും പ്രണയിക്കുക തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും അടുത്ത ഗാനം ഞാൻ തീർച്ചയായും ഹരീഷിന് വേണ്ടി തന്നെ സമ്മാനിക്കുകയാണ്. സ്റ്റേ ട്യൂൺഡ്. ദിസ് ഈസ് യുവർ ലവ് ബൈറ്റ്സ്. നിങ്ങളോട് കൂട്ടുകൂടാൻ ക്ലബ് FM ലവ് ബൈറ്റ്സിൽ ഞാൻ പ്രിയൻ വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ്. നമ്മൾ പ്രണയത്തിലെ വിരഹത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും സിനിമകളിൽ ഇത്തരം ട്രാജഡികൾ, ഇത്തരം ട്രാജിക് എൻഡ്, പ്രണയത്തിലുണ്ടാകുന്ന ഈ വിരഹം, വേദന, ഇതൊക്കെ വിഷയമാവാറുണ്ട്. സിനിമയിൽ മാത്രമല്ല, നമ്മൾ ഏത് വേൾഡ് ക്ലാസിക് എടുത്തു നോക്കിയാലും അതിൽ ഇത്തരത്തിലൊന്നുണ്ടാവും. നിങ്ങളുടെ മനസ്സിൽ അത്തരത്തിൽ തങ്ങി നിൽക്കുന്ന രണ്ട് കഥാപാത്രങ്ങൾ ചോദിച്ചാൽ ആരായിരിക്കും? ഞാൻ കുറച്ചുകൂടി ചുരുക്കാം. ഇപ്പം സിനിമയിലാണ് എങ്കിൽ ഒന്നാലോചിച്ച് നോക്കും. എൻ്റെ മനസ്സിൽ ഇപ്പോഴും നീറ്റലായിട്ട് കിടക്കുന്ന ഒരു പ്രണയവേദന എന്താണെന്നറിയാം? സിനിമയിൽ വന്നിട്ടുള്ളത് അത് കിരീടത്തിലെ സേതുമാധവന്റെ പ്രണയമാണ്. ആ സിനിമയിൽ ആ പ്രണയത്തിന് വലിയൊരു പ്രാധാന്യം നമുക്ക് തോന്നുന്നത് അതുണ്ടാക്കുന്ന നീറ്റൽ എത്രത്തോളമാണെന്ന് നമ്മൾ അറിയുമ്പോഴാണ്. പാർവതിയെ അദ്ദേഹം പിരിയേണ്ടി വരുമ്പോഴുണ്ടാകുന്ന ആ സമയം, അല്ലെങ്കിൽ ആ പാർവതിയുടെ വിവാഹ ഘോഷയാത്ര എങ്ങനെ പോകുമ്പോൾ ദൂരെ കണ്ണ് നിറഞ്ഞ് നോക്കി നിൽക്കുന്ന ലാലേട്ടൻ, സേതുമാധവൻ എന്ന കഥാപാത്രം, അത് നമ്മുടെ മനസ്സിലെവിടെയോ വലിയൊരു നീറ്റൽ അവശേഷിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? നിങ്ങൾക്ക് അങ്ങനെ ഒന്നായി തീർന്നിരുന്നുവെങ്കിൽ എന്ന് തോന്നിയിട്ടുള്ള കഥാപാത്രങ്ങളുണ്ടോ സിനിമയിൽ? ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റ്സിന് വേണ്ടി പ്രിയൻ കാത്തിരിക്കുകയാണ്. അടുത്ത ഗാനം കേൾക്കാനുള്ള സമയമാണിപ്പോൾ. ലവ് ബൈറ്റ്സിലൂടെ സ്റ്റേ ട്യൂൺ. ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക് ടു ക്ലബ് FM ലവ് ബൈറ്റ്സ്. ലവ് ബൈറ്റ്സുമായി ഞാൻ പ്രിയൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നമ്മുടെ കൂടെ ഇപ്പോൾ അടുത്ത കൂട്ടുകാരി എത്തിയിട്ടുണ്ട്. ആ അഭിപ്രായം കൂടി നമുക്ക് ചോദിച്ചോളാം. ഹായ് സുധ, നമസ്കാരം. നമസ്കാരം. ഓക്കെ, സുധയ്ക്ക് എന്ത് തോന്നുന്നു? അതായത് നമ്മളിപ്പോ ഒരു സിനിമ കാണുകയോ നോവൽ വായിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ പ്രണയം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ എല്ലാവരും കോമൺലി അങ്ങനെ ചിന്തിക്കുന്നത്? അല്ല, ആക്ച്വലി ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ്, യുനോ. അപ്പൊ നമ്മളെപ്പോഴും അത് എൻഡിങ് എപ്പോഴും നന്നാവണം തന്നെ ആഗ്രഹിക്കുള്ളൂ. അതിപ്പോ എത്ര സക്സസ് ആയാലും അതൊരു ഫെയിലിയർ ആയാലും നമ്മൾ ഫിലിമിൽ കാണുമ്പോ എത്രയായാലും അതങ്ങനെയാണ്. അത് മേ ബി നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴും അത് സക്സസ് ആവണമെന്ന് അങ്ങനെ എല്ലാവരുടെയും മനസ്സിലുള്ളതായിരിക്കും. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ളത് കൊണ്ടായിരിക്കും. അതെ, ഒന്നിനും പോസിറ്റീവ് ഇല്ലെങ്കിലും പ്രണയത്തിലാകുമ്പോ നമ്മൾ എന്തായാലും അത് അപ്പൊ പോസിറ്റീവ് ആണ്. അതുകൊണ്ടാണല്ലോ പറയുന്നത് പ്രണയത്തിന് കയ്യും കാലും ഇല്ല, കണ്ണും മൂക്കും ഒന്നും ഇല്ലാന്ന് പറയുമല്ലോ. ഇപ്പൊ ഞാൻ പറയാം, സുധ കണ്ടിട്ടുള്ള സിനിമകളിലോ അല്ലെങ്കിൽ വായിച്ചിട്ടുള്ള കഥയിലോ ഒക്കെ ആരെങ്കിലും ഇതുപോലെ ഒന്നായിരുന്നു എങ്കിൽ നന്നായനെ എന്ന് തോന്നിയിട്ടുണ്ടോ? ഫിലിമിലോ? ഫിലിമിലോ കഥയിലോ മറ്റോ?
ഉണ്ട്. അങ്ങനെ ഇപ്പൊ പെട്ടെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, പക്ഷെ അങ്ങനെ ഉണ്ട്. തീർച്ചയായിട്ടും അങ്ങനത്തെ ഫിലിംസ് ഇഷ്ടംമാതിരി വന്നിട്ടുണ്ട്. ഫിലിമോ കഥയോ ചിലത് നമുക്ക് അങ്ങനെ നമുക്ക് മനസ്സിലാവുമെങ്കിലും ലാസ്റ്റ് നമുക്ക് ആ സീൻ കാണിക്കില്ല. നമ്മൾ ഇങ്ങനെയാണ് അങ്ങനത്തേലൊക്കെ ചിലപ്പോ നമ്മള് അയ്യോ അത് കാണിച്ചിരുന്നെങ്കിൽ തോന്നാറുമുണ്ട്. ശരി ശരി ശരി. ഓക്കെ, എന്തായാലും ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഗുഡ് നൈറ്റ് സുധ, താങ്ക് യു സോ മച്ച്. സോ സുധ വളരെ പോസിറ്റീവായിട്ടാണ് പ്രണയത്തെ കാണുന്നത്, അതുകൊണ്ടാണ് എപ്പോഴും സക്സസ് ആവണമെന്ന് ചിന്തിക്കുന്നതെന്ന് പറയുന്നു. എന്തായാലും അടുത്ത ഗാനം കേൾക്കാനുള്ള സമയമായി. ഇപ്പോൾ ലവ് ബൈറ്റ്സിൽ സ്റ്റേ ട്യൂൺഡ്. സ്വാഗതം ഒരിക്കൽ കൂടി ക്ലബ് FM ലവ് ബൈറ്റ്സിൽ. ഞാൻ പ്രിയൻ നിങ്ങളോടൊപ്പം ഒരിക്കൽ കൂടി ഒന്നിക്കുകയാണ്. ഇന്ന് സംസാരിച്ചവരിൽ നിന്നും എനിക്ക് SMS അയച്ചവരിൽ നിന്നുമൊക്കെ അവരുടെയൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറയാണ്, എനിക്ക് തോന്നുന്നത് എല്ലാവരും പ്രണയം എന്ന വിഷയത്തെ വളരെ പോസിറ്റീവായി മാത്രം കാണാൻ ആഗ്രഹിക്കുന്നു എന്നതാണ്. ഇത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് എല്ലാവരും തിരിച്ചറിയുന്നുണ്ട് എന്നതാണ്. പ്രണയത്തെ പ്രണയമായി കാണാൻ, പ്രണയത്തെ പ്രണയിക്കാൻ ഇഷ്ടപ്പെടുന്ന, പ്രണയം എപ്പോഴും പോസിറ്റീവായി മാത്രമേ മാറാവൂ എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതിന് മറ്റൊരു വലിയ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം കൂടിയുണ്ട്. അതെന്താണെന്നറിയോ? മനുഷ്യനായി പിറക്കുന്ന എല്ലാവരുടെയും ഉള്ളിൽ പ്രണയം ഉണ്ട് എന്നതാണ്. ഇനി പ്രണയത്തെ നമ്മൾ എത്രയൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും മനുഷ്യൻ ജനിക്കുമ്പോഴേ അത് അവൻ്റെ ഉള്ളിൽ, അവൻ്റെ മനസ്സിൽ, അവൻ്റെ ഹൃദയത്തിൽ ജന്മം കൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ടാണ്. അപ്പോൾ നമുക്കൊരിക്കലും പ്രണയത്തെ വിട്ടുമാറാൻ കഴിയില്ല, ഒന്നിനെയും പ്രണയിക്കാതിരിക്കാനും കഴിയില്ല. പ്രണയം നമ്മുടെ കൂടെ പിറപ്പല്ലേ, അല്ലേ? എന്തായാലും ഇന്ന് ഈ വിഷയത്തിൽ നിന്നും ക്ലബ് FMലെ ഈ ലവ് ബൈറ്റ്സിൽ നിന്നും പ്രിയന് സ്നേഹത്തോടെ വിട പറയാനുള്ള സമയമാവുകയാണ്. വീണ്ടും നമുക്ക് ഒന്നിക്കാം ഇതുപോലെ മറ്റൊരു സുന്ദരമായ വിഷയവുമായി. ഇന്ന് സ്നേഹത്തോടെ പ്രിയൻ പറയുന്നു ഗുഡ് നൈറ്റ് and sweet dreams.